ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ബട്ടർ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് പാലും ബ്രെഡൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബൗൾ ആദ്യം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ നിങ്ങൾ കോൺഫ്ലവർ എടുക്കുക, അതിലോട്ട് വാനില എസൻസ് ആഡ് ആക്കുക. ഇങ്ങനെയൊക്കെയാണ്. അതിന് നല്ലത് നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നതാണ്. ആ കസ്റ്റാർഡ് പൗഡർ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പാലോ വെള്ളമോ എന്തുവാന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് കട്ട കൂടാതെ ഉടച്ചെടുക്കണം കേട്ടോ. കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ പുഡിങ് 1/2 ലിറ്റർ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 1/2 ലിറ്റർ പാലിൻ്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട്. ചൈന ഗ്രാസ് അറിയാലോ, ചൈന ഗ്രാസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ചൈന ഗ്രാസ് എടുത്തിട്ട് അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. കുറച്ച് നേരം കുതിർത്ത് വെക്കണം. എന്നാലാണ് അത് പെട്ടെന്ന് നമ്മൾ തവയിൽ ചൂടാക്കി എടുക്കുമ്പോൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ അത് അലിഞ്ഞു വരുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അത് അലിയാൻ വേണ്ടിയിട്ട് കുതിർക്കാൻ വേണ്ടി ഞാൻ വെക്കുകയാണ്. അതിനുശേഷം ഞാനൊരു കുഴിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 ലിറ്റർ ഫുള്ള് പാൽ ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ മറ്റേ കസ്റ്റാർഡ് പൗഡറിലേക്ക് വേറെ കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം അതിലോട്ട് ഞാൻ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. 400 ഗ്രാം മിൽക്ക് മെയ്ഡ്. എനിക്ക് മധുരം കുറവ് മതിയായതുകൊണ്ട് നിങ്ങൾക്ക് 500, 600, 700 ഗ്രാമൊക്കെ മിൽക്ക് മെയ്ഡ് ഒക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യം. മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ മധുരം ഇടുന്നില്ല. എനിക്ക് പാകത്തിന് മധുരം വേണം ചോദിച്ചാൽ വേണം, എന്നാൽ എക്സസീവ് മധുരമായിട്ട് കുറേ കഴിക്കുമ്പോൾ മട്ടിപ്പ് തോന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ 200 ഗ്രാം എന്താ പറയുക ബട്ടർ നന്നായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാല്, മിൽക്ക് മെയ്ഡ്, ബട്ടർ, മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ പാലിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പാല് കുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാലിൽ നമ്മൾ എപ്പോഴും മധുരം ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയെന്നറിയോ, പാല് പെട്ടെന്ന് തിളച്ച് പൊന്തും. അത് നമ്മളറിയില്ല. അപ്പോൾ പാലിൽ എപ്പോഴും മധുരം ഉണ്ട്. ഇപ്പോൾ ഇതിൽ മിൽക്ക് മെയ്ഡിൽ മധുരം ഉണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നാൽ കറക്റ്റായിട്ട് പാല് ഇത് എന്താ പറയാ, ഈ പാട പൊന്താതെ, പാട വരില്ലേ പാലിന്, നമ്മൾ കുറുക്കുമ്പോൾ പാട വരില്ലേ, അത് അങ്ങനെ വരാതെ പാല് കിട്ടണം എന്നുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പാട വരും. അപ്പം അങ്ങനെ വരാതെ കിട്ടാൻ നമ്മൾ ഇങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരട്ടെ. ഇത് ബട്ടർ പുഡിംഗ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ തന്നെയാണ്. ഇത് കഴിക്കുമ്പോൾ നല്ല ബട്ടറിൻ്റെ എന്താ പറയുക, നല്ല ടേസ്റ്റ് വരും. നല്ല കാൽഷ്യം ഉണ്ട്, നല്ല പ്രോട്ടീൻ ഉണ്ട് ഒക്കെ. അപ്പോൾ ഫുള്ള് മിൽക്കും ബട്ടറിൻ്റെയും പരിപാടിയാണ് ഇതിൽ മൊത്തം. അപ്പോൾ ഇതാ ബട്ടറൊക്കെ നന്നായിട്ട് ഇതായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ചെറുതായിട്ട് തളക്കെ വരുമ്പോൾ തന്നെ നമുക്കിത് നിർത്താം. അപ്പോൾ പാലൊക്കെ ഏകദേശം തിളച്ച് കുറച്ചുകൂടി തള വരാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പാല് കട്ടല്ല, പാലിൻ്റെ പാട പിടിക്കാതെ തന്നെ എനിക്ക് പാല് നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഇളക്കില്ലാന്ന് ഇത് അവിടെ വെച്ച് തിളച്ച് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ, അത് എന്നോട് റെസ്റ്റോറൻറ്റിൽ ഒരാൾ പറഞ്ഞതാണ്, പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് പാൽ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന്, പാൽ ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാട വരുന്നുള്ളത്. അപ്പോൾ അത് പാല് ആയപ്പോൾ ഞാൻ അതിലോട്ട് നമ്മുടെ ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി കസ്റ്റാർഡ് പൗഡർ ഇട്ടാൽ തന്നെ ഇത് ഒരു തിക്നെസ് വരും. എന്നാലും നമുക്കതൊന്ന് ഉറച്ച് കിട്ടണം. അപ്പോൾ എൻ്റെ ഇത് ഫുള്ളായിട്ട് ഉറച്ചിട്ട് ഉണ്ടായിരുന്നില്ല ഫൈനലി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്യാൻ, ഇതിൻ്റെ എമൗണ്ട്സ് ഉണ്ടല്ലോ, ചൈന ഗ്രാസിൻ്റെ ഒക്കെ എമൗണ്ട് ഞാൻ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ചൈന ഗ്രാസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി അത് സെറ്റായി കിട്ടും. നല്ല തണുത്ത് കഴിഞ്ഞ് നല്ല സെറ്റായി കിട്ടും. അപ്പോൾ അതിലോട്ട് അതെല്ലാം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി അതിൽ ആഡ് ചെയ്യേണ്ടത്, അത് ബ്രെഡാണ്. ബ്രെഡ് ഒരു 4-5 സൈസ് ബ്രെഡ്, 4-5 സൈസ് ബ്രെഡ് മതി. അരികെ കളഞ്ഞ ബ്രെഡ്, അരികെ കളയാൻ നിർബന്ധമല്ല, പക്ഷെ അതിൻ്റെ അരികെ ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ വരുമല്ലോ. അപ്പോൾ അത് കളർ വരാതിരിക്കാൻ നിങ്ങൾ അരികെ കളഞ്ഞോളൂ. അപ്പോൾ അരികെ കളഞ്ഞിട്ടുള്ള ഒരു 4-5 ബ്രെഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആഡ് ചെയ്യുക. ഇനി ബ്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റസ്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ടേസ്റ്റ്, ഇതുവരെ റസ്ക് ഓക്കെയാണ്. ബിസ്ക്കറ്റിനും കാട്ടിയും ടേസ്റ്റ് ബ്രെഡും റസ്ക് തന്നെ ഉണ്ടാവുക. ഇല്ലെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും വീട്ടിൽ ഇപ്പോൾ പാലും ബട്ടറൊക്കെ ഉണ്ടാകും. പിന്നെ ഇപ്പോൾ ഒരു ബ്രെഡാണ് എക്സ്ട്രാ വേണ്ടത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഷുഗർ, ഇത്രേ വേണ്ടുള്ളൂ നമുക്ക്. എക്സ്ട്രാ ബ്രെഡാണ് ഇതിൽ വരുന്നത്. ബട്ടർ പിന്നെ ഓൾറെഡി എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നല്ല വെന്ത് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ഈ പരിവായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം, ഈ കൂട്ടുണ്ടല്ലോ, ഇത് മിക്സിയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തണുത്ത് കഴിഞ്ഞാലും മാത്രമേ ഇതിൽ മിക്സിയിൽ അടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം കൂടിയും പുറത്തോട്ട് വന്ന് ആകെ മിക്സിയുടെ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടരുത്, ഒരു തുള്ളി വെള്ളമേ നിങ്ങൾക്ക് ഒഴിക്കാൻ പാടുള്ളൂ. കുറച്ച് കട്ടി വേണം ഇത്. അപ്പോൾ ആ രീതിക്ക് ഇത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ട്. വെള്ളം കൂടിയ കാരണം അത് സെറ്റായി വരാൻ ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഇതിലും കട്ടിയിൽ നിങ്ങൾക്ക് ഇത് മോൾഡിൽ ഒഴിക്കാം. അപ്പോൾ ഞാനൊരു പുഡിംഗ് ട്രേയിൽ ഇത് ഒഴിക്കുകയാണ്. പുഡിംഗ് ട്രേയുടെ അടിയിൽ ഞാൻ എണ്ണയോ നെയ്യോ ബട്ടറോ ഒന്നും തടവി കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ കുറച്ച് ഏലക്ക, പിസ്ത ഇത് രണ്ടും കൂടി ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചതുണ്ട്, ക്രഷ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒന്നാണെങ്കിൽ പിന്നെ കാഷ്യൂ ആണെങ്കിൽ അതെടുക്കാം, പിസ്ത എടുക്കാം, ബദാം എടുക്കാം, എന്താ വെച്ചെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിസ്ത മുകളിൽ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. വെള്ളം നല്ല വെള്ളം അധികം ഇല്ലാത്ത അതിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ഈ സാധനം പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ട് വരും. എന്തായാലും ചൈന ഗ്രാസ് മസ്റ്റാണ്. ഓക്കെ, ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജെലറ്റിൻ യൂസ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് തണുത്താറി ഇത് നമ്മളിത് കുക്ക് ചെയ്തിട്ട് തണുത്താറാനുള്ള ടൈമും ഫ്രിഡ്ജിൽ സെറ്റായിട്ട് 2-3-4 മണിക്കൂർ വെക്കണം. ആ ടൈമും മാത്രമേ. അപ്പോൾ ഞാനിത് രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ കട്ടി ആയിട്ടില്ല കേട്ടോ. ഓക്കെ, എന്നാലും ഇത് കട്ട് ചെയ്യാനൊക്കെ പറ്റും. വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ തലേ ദിവസം ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിറ്റേ ദിവസത്തേക്ക് കറക്റ്റ് സെറ്റ് ആയിട്ട് വരും. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടാൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി നോമ്പിൻ്റെ പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും മുന്നേ തന്നെ റമദാൻ കരീം പറയുകയാണ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് എന്തായാലും ഇന്ന് കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇത്രയും എടുത്തിട്ട് ഇതിങ്ങനെയാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിവേ പക്ഷെ നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്താ പറയുക, ഒരു സെമി ഐസ്ക്രീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ആ കണ്ടൻസ്ഡ് മിൽക്കും ഇതൊക്കെ ചേർത്ത കാര്യം നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറും ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനത്തെ പുഡിങ്. ഒരുപാട് ഇഷ്ടമാണ്. അത് വീട്ടിലുണ്ടാക്കിയാൽ തന്നെ കഴിയണത് അറിയില്ല, അത്രയും പെട്ടെന്ന് സാധനം കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.